ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടകം 1 രാമായണ മാസം. രാവിലെ കുറച്ച് രാമായണമൊക്കെ വായിച്ചു. അതിനുശേഷം അടുക്കളയിൽ കയറി. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു പൂരിയാണ് ഉണ്ടാക്കുന്നത്, റെഡ് പൂരി. അപ്പം നമ്മൾ അതിന് ഞാനൊരു ബീട്രൂട്ട് എടുത്ത്, നമ്മൾ സാധാ പൂരി കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, ബീട്രൂട്ട് പൂരി അങ്ങനെ രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ഉണ്ട്, ഞാൻ പതുക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ബീട്രൂട്ട് ഒരെണ്ണം എടുത്ത്, ഒരു വലിയ ബീട്രൂട്ട് എടുത്ത് അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം വേവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് പൂരിക്കുള്ള കൂട്ടാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത്. സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇനി കറിവേപ്പില എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കൂട്ടാനും ഉണ്ടാക്കാം. പിന്നെ ഇന്നത്തെ ദിവസമൊന്നും നമ്മൾ അധികം നോൺ വെജ് ഉപയോഗിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാവിലെ, അല്ലെങ്കിലും രാവിലെ ഒന്നും എന്നും നോൺ വെജ് ഒന്നും അല്ലല്ലോ. അപ്പം നമ്മളിന്ന് ഒരു പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനുള്ളൊരു ഇത് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് വരട്ടെ ബീട്രൂട്ട്. അപ്പുറത്തെ അടുപ്പയിൽ കുക്കറിൽ ബീട്രൂട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പം പൂരിയുടെ കൂട്ടാനൊന്നും ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയാണിത്. നമുക്ക് സവാളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ടിട്ട് വഴറ്റാം. ഞാനൊരു ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനെടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇത് പച്ചമുളകും കൂടെ ശകല ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ് സവാള. നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിട്ട് നമ്മൾ ഞെരടി എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വരത്തില്ല. ചിലതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. മിക്കവാറും ഉള്ളതെല്ലാം തന്നെ ഇങ്ങനെയൊക്കെ വരും ഓരോ ഇതായിട്ട്. അപ്പം വാടാനൊന്നും എളുപ്പമാണ്. ഞാൻ ഇതിനെ ഒന്ന് വഴറ്റി വരട്ടെ. സവാള അത്യാവശ്യമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്കിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ലാസ്റ്റ് ഇടാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ അതൊക്കെ ഒന്ന് വാടട്ടെ. പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ശകലം ഇടണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല, കളറുണ്ടാവും. അപ്പോൾ കളർ വേണം. നമ്മളെ എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി, ശകലം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. ഇടയ്ക്കിട്ട് വാടി വരട്ടെ. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ 2-ാം പാലാണ് എടുത്തേക്കുന്നത്. 2-ാം പാലിൽ ഇതങ്ങോട്ട് നന്നായിട്ട് വേവട്ടെ. പൂരിക്കൊക്കെ കഴിക്കാൻ ഇച്ചിരി ചാറ് വേണമല്ലോ. വേവട്ടെ. ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊന്ന്
നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അതിൻ്റെ ഈ വെള്ളവും ചേർക്കുവേ. നമ്മൾ ആദ്യം ശക്കലം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്താൽ മതി. ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ. അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയുടെ 1/4 പാൽ അങ്ങോട്ട് ഒഴിക്കണം. 1/4 പാൽ ഒഴിച്ച് അത് തിളയ്ക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടാവുക. കറിവേപ്പില കുറച്ചുകൂടി ഇടുക. നന്നായിട്ടൊന്ന് ചൂടാകണം. തിളയ്ക്കേണ്ട കാര്യമില്ലല്ലോ, 1/4 പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പം തിളയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് അടച്ച് വെക്കുക. പൂരി റെഡിയായി കഴിയുമ്പം അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേണം ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ. അപ്പോൾ നമ്മൾ ബാക്കി ഒരു ശകലം വെള്ളം ബീട്രൂട്ട് വെന്തതിൻ്റെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് കുഴച്ച് കഴിഞ്ഞതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. കണ്ടോ, നമ്മൾ ബീട്രൂട്ടിൽ എൻ്റെ അരപ്പിൽ കുഴച്ചെടുത്തതാണ് പൂരി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച, അപ്പം അമ്മ എണീറ്റ് വന്നില്ലായിരുന്നേ. അപ്പോൾ അത് കാരണമുണ്ടല്ലോ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഈ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ പൂരീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും പിടിക്കത്തില്ല. അമ്മയ്ക്ക് പഴയ കാലത്തെ അങ്ങനത്തെ പൂരി അതൊക്കെ അമ്മയ്ക്ക് താല്പര്യം. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചെന്ന് അമ്മയ്ക്ക് ശകലം നമ്മുടെ സാധാരണ പൂരി ഞങ്ങൾക്ക് ഈ പൂരി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അമ്മ എണീറ്റ് വന്നപ്പം പറഞ്ഞു വേണ്ട, ഞാനിത് കഴിച്ചോളാം. അമ്മ ഇപ്പം ചാനലൊക്കെ തുടങ്ങിയ ശേഷം അമ്മ ന്യൂജനായി തോന്നുന്നു. ഞാനും ന്യൂജനൊന്നുമല്ല. അപ്പം ഇത് നമുക്കൊന്ന് ഇനി പൂരിയാക്കാം. പ്രത്യേകിച്ച് സ്വാദ് വ്യത്യാസം ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ മാവ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാമെങ്കിൽ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു ഇതും അറിയത്തില്ല. പക്ഷെ ഗുണം, ഈ സംഭവം നമ്മുടെ ഉള്ളിലങ്ങ് ചെല്ലുക. ബീട്രൂട്ട് എത്ര ഗുണമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലോട്ടങ്ങ് ചെല്ലുകയും ചെയ്യും. അപ്പം ഞാനിനി അത് പരത്തി നമുക്ക് പൂരി ഉണ്ടാക്കുന്ന കാണാം. പൂരി പരത്തിയിട്ടുണ്ട്. ഹരിയേട്ടനാണ് എനിക്ക് പരത്തി തന്നത്. ഇത് നമുക്ക് പൂരി ഉണ്ടാക്കാം. കണ്ടോ, എന്ത് കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ. കണ്ടോ, നമ്മൾ പൂരി ഇടുമ്പം ഇനി പൂരി അധികം അങ്ങോട്ട് പൊങ്ങി വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ എണ്ണ ഇങ്ങനെ കോരി കോരി അതിലോട്ട് ഒഴിക്കാമെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരും. കണ്ടോ കണ്ടോ, ഇത് നമുക്ക് തിരിച്ച് അങ്ങനെ ഇടാം. തിരിച്ച് പിന്നെ നമ്മളങ്ങനെ ചെയ്യണമെന്നില്ല. കണ്ടോ ബീട്രൂട്ട് പൂരി. എന്നാ സൂപ്പർ കളറൊക്കെയാണ്, നോക്കിക്കേ. കണ്ടോ കണ്ടോ കണ്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. പിന്നെ കൂട്ടാൻ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, തക്കാളി സവാളയും കൂടെ വഴറ്റിയ കൂട്ടാനും ഉണ്ട്. ഇങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. താങ്ക് യു.